ഇപ്പം എൻ്റെ ഫോൺ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതിൽ വരുന്ന കമൻസ്, ഇതിനാണോ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സഹോദരിമാരുണ്ട്. അപ്പോൾ അസംതൃപ്തി പ്രകടമായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിങ്ങനെ നീണ്ടുകൂടാ. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മീഡിയ വണ്ണപ്പം ചേരുകയാണ്. ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നത് അതിൽ മുസ്ലിം ലീഗിന് വലിയ അസംതൃപ്തിയുണ്ടോ? അല്ല, നീണ്ടുപോകുന്നുണ്ട്. അതിൽ അസംതൃപ്തി ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞുകൂടാ. ഇപ്പം നമ്മളെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികന്മാരുടെ സ്വീകരണ പരിപാടികളിൽ അത് പ്രകടമായിട്ട് കാണുന്നുണ്ട്. പലരും പരിപാടികൾ വരെ ഇതൊക്കെ ശരിയായിട്ട് മതി, നീ സ്വീകരണം എന്ന് പറയാറുണ്ട്. സ്വീകരണ പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ടോ? മാറ്റിവെച്ചിട്ടില്ല, മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ നിരാശരാണ്, പാർട്ടി പ്രവർത്തകന്മാർ. മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടി പ്രവർത്തകന്മാരെ പോലെയല്ല കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാർ. അവർ നല്ല രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ്. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. ഇപ്പം എൻ്റെ ഫോൺ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതിൽ വരുന്ന കമൻസ്, ഇതിനാണോ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സഹോദരിമാരുണ്ട്. അപ്പോൾ അസംതൃപ്തി പ്രകടമായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിങ്ങനെ നീണ്ടുകൂടാ. ഒരിക്കലും നീണ്ടുപോകാത്തതായിരുന്നു, ഇത് നീണ്ടുപോകരുതായിരുന്നു. കാരണം നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച BJP. ഇവിടെ നമുക്ക് 23-ാം തീയതി വരെ സമയമല്ലേ, എന്തിനത്ര ധൃതി പിടിക്കണു എന്നൊക്കെ ചോദിക്കാൻ. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ അല്ല നമ്മുടെ കേരളം. സാക്ഷരതയിൽ മികച്ചു നിൽക്കുന്ന കേരളമാണ്. ഞാൻ പറഞ്ഞേ, ഏറ്റവും രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതിന് പര്യവസാനം വേണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ആരാധ്യനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാവണം എന്നുള്ളത്. വല്ലാതെ നീട്ടിക്കൊണ്ടുപോയിക്കൂടാ. മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ്. ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണം, വളരെ പെട്ടെന്ന് വരണം. പരിഹരിക്കപ്പെടാത്ത ഒട്ടനവധി പ്രശ്നങ്ങൾ അടിയന്തിരമായിട്ട് ഗവൺമെൻറ് ഇടപെടേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇടപെട്ടുകൾ ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഗവൺമെൻറ് വരണ്ടേ. അതില്ലാത്തുള്ള ഒരു വലിയ, കാരണം അത്രത്തോളം പ്രതീക്ഷയിൽ